മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഏറെ നാളിന് ശേഷം കേരളത്തിലേക്ക് തിരിച്ചെത്തിയ ഒരു ദിവസമാണ് ഇന്ന്. കൊച്ചിയിൽ അദ്ദേഹത്തിന് വലിയ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. ചികിത്സയ്ക്കും മറ്റ് അതിനുശേഷം ചിത്രത്തിന്റെ ചിത്രീകരണത്തിനുമൊക്കെയായി ചെന്നൈയിലായിരുന്നു മമ്മൂട്ടി. അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ വരവ് കാത്തിരിക്കുകയായിരുന്നു മലയാളികൾ. എന്തായാലും മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. വളരെ പുഞ്ചിരിയോടുകൂടി തന്നെ മമ്മൂട്ടി അവിടേക്ക് എത്തുകയും വിമാനത്താവളത്തിൽ വലിയ സ്വീകരണം ഏറ്റുവാങ്ങുകയും അദ്ദേഹം സ്വന്തം വാഹനം ഓടിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, കൊച്ചിയിലെ വീട്ടിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു. മന്ത്രി പി രാജീവ്, അൻവർ സാദത്ത് MLA എന്നിവർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സന്തത സഹചാരി ആൻഡോ ജോസഫ് തുടങ്ങിയവരും വിമാനത്താവളത്തിലുണ്ടായിരുന്നു. വിമാനത്താവളത്തിന് പുറത്തു കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോടും ആരാധകരോടും നിറഞ്ഞ പുഞ്ചിരി. പക്ഷേ പ്രതികരണമൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. കൈവീശി കാണിച്ച് അദ്ദേഹം വാഹനത്തിൽ പോവുകയായിരുന്നു. അപ്പോൾ ഏറെ നാളിന് ശേഷമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ കൊച്ചിയിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഒരു വലിയ സ്നേഹപ്രകടനമാണ് അവിടെ ഉണ്ടായത്. ഇപ്പോൾ മമ്മൂട്ടി ഈ സമയത്ത് ഇവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരവിന് മറ്റൊരു സന്തോഷം കൂടി ഉണ്ടാകുമോ എന്ന പ്രതീക്ഷ കൂടി മലയാളികൾ വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം നേട്ടത്തിലേക്കാണോ, ഒരു അവാർഡ് നേട്ടത്തിലേക്കാണോ മമ്മൂട്ടിയുടെ വരവ് എന്ന ഒരു പ്രതീക്ഷ കൂടി ഈ ഘട്ടത്തിലുണ്ട്. കാരണം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയം അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 31-നോ 1-നോ അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ മികച്ച നടനുള്ള അന്തിമ പോരാട്ടത്തിൽ അന്തിമ ഘട്ടത്തിലേക്ക് ഈ കടക്കുമ്പോൾ മമ്മൂട്ടിയും ഒപ്പം തന്നെ ആസിഫ് അലിയുമാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന താരങ്ങൾ. പ്രാഥമിക ജൂറി കണ്ട് വിലയിരുത്തിയ ശേഷം തിരഞ്ഞെടുത്ത 38 ചിത്രങ്ങളാണ് ഇപ്പോൾ ജൂറി കാണുന്നത്. തെന്നിന്ത്യൻ നടൻ പ്രകാശ് രാജ് അധ്യക്ഷനായ അന്തിമ ജൂറിയുടെ പരിഗണനയിലാണ് ഈ ചിത്രങ്ങൾ. ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയാണ് മമ്മൂട്ടിക്ക് വീണ്ടും ഒരു സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുക്കും എന്ന പ്രതീക്ഷ നൽകുന്ന ചിത്രം. പ്രേക്ഷകർ ഉറ്റുനോക്കുകയാണ് അതിലേക്ക്. മമ്മൂട്ടി ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളുമായി ഒരു സാമ്യവുമില്ലാത്തതായിരുന്നു പോറ്റി. ഒരു വ്യത്യസ്ത കഥാപാത്രമായിരുന്നു. ഒപ്പം തന്നെ ലെവൽ ക്രോസ് എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിലൂടെയാണ് ആസിഫ് അലി കടുത്ത മത്സരം കാഴ്ചവെക്കുന്നത്. ലെവൽ ക്രോസിന് പുറമെ കിഷ്കിന്ധാകാന്ഡം, രേഖാചിത്രം തുടങ്ങിയ ചിത്രങ്ങളും ആസിഫ് അലിയുടെ പേരിലുണ്ട്. അപ്പോൾ വലിയ മത്സരമാണ് മെഗാസ്റ്റാർ ഒപ്പം തന്നെ ആസിഫ് അലിയുമായി നടക്കുന്നത്. മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിക്കായിരിക്കുമോ ഇത്തവണ പുരസ്കാരം എന്നത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അതേസമയം ആസിഫ് അലി മികച്ച ഒരു മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയുടെ അഭിമാനമായ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ പ്രഭയുടെ വേഷമിട്ട കനി കുസൃതി, അനുവിനെ അവതരിപ്പിച്ച ദിവ്യപ്രഭ, അവരൊക്കെ മികച്ച നടിയുടെ പരിഗണന അല്ലെങ്കിൽ മത്സരത്തിൽ വളരെ മുൻപിൽ തന്നെയുണ്ട്. സുരഭി ലക്ഷ്മി, ഒപ്പം രേഖാചിത്രത്തിലെ അഭിനയത്തിന് അനശ്വര രാജൻ, അങ്ങനെ നടിമാരുമായി മികച്ച നടിയാവാനുള്ള മത്സരവും വളരെ ശക്തമാണ്. അങ്ങനെയുള്ള പ്രഖ്യാപനം എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. നിരവധി ചിത്രങ്ങൾ, മികച്ച ചിത്രങ്ങൾ ഇറങ്ങിയ വർഷം കൂടിയാണ്. അപ്പോൾ വലിയ മത്സരമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. വലിയ പ്രതീക്ഷയാണ് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ താരങ്ങളും വെച്ച് പുലർത്തുന്നത്. എന്തായാലും അന്തിമ പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം.